നമ്മുടെ ഡോക്യുമെന്റ്സ് തിരികെ വെച്ച് സൈൻ ചെയ്യിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല. ആന്റി പറഞ്ഞതിലും കാര്യമുണ്ട്. ഏട്ടത്തിയെ അത്ര പെട്ടെന്നൊന്നും കബളിപ്പിക്കാനാവത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ആന്റി? ഇനിയിപ്പോ സമയമില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഗൗതം എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ അവന്റെ അരികിൽ നിധി ഉണ്ടാവാൻ പാടില്ല. അവൾ ഉണ്ടായാൽ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവില്ല. ഇനിയിപ്പോ അവളെ ഒഴിവാക്കാൻ എന്താ ചെയ്യാ? അവര് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നല്ലേ പറഞ്ഞത്. അത് തടയാനാവില്ല. വഴി വെച്ച് ഒന്നും ചെയ്യാനുള്ള സമയവുമില്ല. നിധി എന്തായാലും ഈ ഓഫീസിലേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ ഗൗതം എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിധി ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഒഴിവാക്കി എടുത്തേ പറ്റൂ. അതിപ്പോ എങ്ങനെ? നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ശിവാനിക്ക് ചിലത് ചെയ്യാൻ പറ്റും. നിന്റെ അമ്മായിയമ്മ ആ പാർവതി ഏതോ ഒരു അമ്പലത്തിൽ തൊഴാൻ പോകുന്നു പറഞ്ഞല്ലോ. ഏതോ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം. അത് നിനക്കറിയോ ശിവാനി? ആ, അതെനിക്കറിയാം. ഈശ്വരമംഗലത്ത് നിന്ന് കുറച്ചു ദൂരേ ഉള്ളൂ. എനിക്കറിയാം ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. ആ, എങ്കിൽ നീയും കൂടി ആ അമ്പലം വരെ ഒന്ന് പോണം, ഉടനെ തന്നെ. ഞാനോ? ഞാനെന്തിനാ അങ്ങോട്ട് പോണം? എന്താ ഐഡിയ എന്ന് വെച്ചാൽ അതൊന്നും തുറന്നു പറ ആന്റി. പറഞ്ഞു തരാം. അല്ലാതെ അത് അമ്മയ്ക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ? ഒരു കുഴപ്പം വരില്ല. എനിക്കറിയേണ്ടത് ശിവാനിക്ക് പോവാൻ പറ്റുമോ ഇല്ലേന്ന് മാത്രം. ഞാൻ പോവാ ആന്റി. എന്ത് സംഭവിച്ചാലും ഗൗതമിനെ കൊണ്ട് നമ്മുടെ ഡോക്യുമെന്റ്സിൽ ഒപ്പിടിപ്പിച്ചേ പറ്റൂ. ആ, എങ്കിൽ പിന്നെ ഉടനെ ആയിക്കോട്ടെ. നീ വേഗം ഒരു ഓട്ടോ എടുത്ത് പൊയ്ക്കോ. ബാക്കി കാര്യങ്ങള് ഞാൻ ഫോണിൽ പറഞ്ഞുതരാം. ശരി ആന്റി, എങ്കിൽ ഞാൻ പോട്ടെ. പ്രണവേ, ഞാൻ അമ്പലത്തിലേക്ക് പോട്ടെ. എക്സ്ക്യൂസ് മീ സർ. മാഡം എത്തിയോ? വരൂ മാഡം, ഇരിക്കൂ. സാറേ, ഇതാണ് നമ്മുടെ കഥാനായകൻ പ്രണവ് ഗോപിനാഥ്. ഓ, ഞാനേ ഡോക്യുമെന്റ്സ് സെറ്റ് ചെയ്യുന്നതിനിടയിൽ ഫോട്ടോ കണ്ടായിരുന്നു. പ്രണവേ, ഇത് ഹൈടെക് സിറ്റി പ്രോജക്ടിന്റെ GM മിസ്റ്റർ രാജീവ് മാധവൻ. ഹായ് സർ. ഹായ്, ഇരിക്കൂ. പിന്നെ നമ്മുടെ എഗ്രിമെന്റും മാഡം തന്ന ഡോക്യുമെന്റ്സും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ആക്കുകയായിരുന്നു. ഇതിൽ വേണമല്ലോ ഗൗതമിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിപ്പിക്കാൻ. അല്ല സാർ, ഇങ്ങനെ ഈ 2 ഡോക്യുമെന്റ്സിനോട് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഗൗതം സൈൻ ചെയ്ത് തരൂ? അതോർത്തു പ്രണവ് ടെൻഷൻ ആവണ്ട. ഗൗതമിന് അങ്ങനെ സൈൻ ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ 3 പേരും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞതൊക്കെ മറന്നുപോയോ? അതൊക്കെ ഓർമ്മയുണ്ട്. എന്നാലും ഒരു ടെൻഷൻ ആവേണ്ട പ്രണവേ. ഇതിപ്പോ എന്റെ കൂടി ആവശ്യം. വസുന്ധര മാഡം ഈ ഉറപ്പുകൾ തന്നിട്ടുണ്ട്. അതെ, പ്രണവ് ഇവിടെ ഇരിക്കെ. ഞാൻ ശിവാനിയെ വിളിച്ച് അമ്പലത്തിലെ കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്യട്ടെ. എന്റെ ഭഗവാനെ, ഒരുപാട് കഷ്ടതകളും തടസ്സങ്ങളും ഒക്കെ മറികടന്ന് ഗൗതം വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുക. അവൻ ഇന്നൊരു പ്രധാനപ്പെട്ട ജോലി ഏറ്റെടുക്കാൻ പോവുക. അവൻ ആ പ്രൊജക്റ്റിൽ ഒരു തടസ്സവും വരാതെ സൈൻ ചെയ്യാൻ പറ്റണേ ഭഗവാനെ. അവന്റെ എല്ലാ സങ്കടങ്ങളിലും അവനൊരു ശക്തിയായി നിൽക്കുന്നവളാ എന്റെ നിധിമോള്. എന്തു പ്രശ്നം വന്നാലും പതറിപ്പോകാതെ നിന്ന് നേരിടുന്ന എന്റെ മോൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദീർഘായുസും ദീർഘമംഗല്യവും കൊടുക്കണേ ഭഗവാനെ. എന്റെ പ്രണവ് പാവമായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ സമയദോഷമൊക്കെ മാറ്റി അവന് നല്ല ബുദ്ധി കൊടുത്ത് സത്യം തിരിച്ചറിയാനും എല്ലാവരും പഴയതുപോലെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കണേ ഭഗവാനെ. അവന്റെ കൂടെ ചേർന്നിരിക്കുന്ന ഒഴിയാബാധകളെയൊക്കെ അവനിൽ നിന്നും ഒഴിവാക്കി തരണേ എന്റെ ഭഗവാനെ. എത്രയേട്ടാ? 150 രൂപ. ഇട്ടിട്ടുണ്ടേ. ഓ ശരി.
ഞാൻ ആ അമ്പലത്തിലെത്തി. ശിവാനി, പാർവതി അമ്പലത്തിൽ എത്തിയോന്ന് നോക്കിയോ? ആന്റി, ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അകത്തേക്ക് കയറിയിട്ടില്ല. ആ, എങ്കിലൊരു കാര്യം ചെയ്. ഞാൻ ഏർപ്പാടാക്കിയ പെൺകുട്ടി ഇപ്പൊ അവിടെ എത്തും. നീ അവളെയും കുട്ടി അകത്ത് ചെന്ന് പാർവതി ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യം അവള് നോക്കിക്കോളും. അല്ലാണ്ട് ആ പെൺകുട്ടി ഏതാണെന്ന് ഞാനെങ്ങനെ കണ്ടുപിടിക്കും? ബിന്ദു എന്ന ആ കുട്ടിയുടെ പേര്. അവളിപ്പോ ഒരു ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങും. ഒരു 10-25 വയസ്സ് പ്രായം കാണും. പാവാടയും ബ്ലൗസും ആയിരിക്കും വേഷം. തലയില് മുല്ലപ്പൂവും ചൂടിയിരിക്കും. ആന്റി, ഒരു ഓട്ടോ വന്നിട്ടുണ്ട്. ആന്റി പറഞ്ഞതുപോലെ പാവാടയും ബ്ലൗസാണ് വേഷം. മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ട്. ഓക്കെ, നീ പതുക്കെ അരികെ ചെന്ന് ജ്യോതി ആന്റി പറഞ്ഞ ആളാ ഞാനെന്നൊക്കെ പറഞ്ഞു നോക്ക്. അപ്പൊ നിനക്ക് ആളെ കൺഫേം ചെയ്യാൻ പറ്റും. ആന്റി ഒന്ന് ഹോൾഡ് ചെയ്തോ, ഞാൻ ചോദിക്കട്ടെ. ഞാൻ ജ്യോതി ആന്റി പറഞ്ഞ ആളാ. അതെയോ? ഞാൻ ബിന്ദു. ആന്റി, ആളെ കിട്ടി. ഇനി നീ ബിന്ദു പറയുന്നതനുസരിച്ച് അങ്ങ് നിന്നു കൊടുത്താൽ മാത്രം മതി. കാര്യങ്ങൾ സക്സസ് ആവുമ്പോ എന്നെ ഒന്ന് വിളിക്ക്. വയ്ക്കട്ടെ? ശരി ആന്റി. അല്ല, അപ്പൊ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ? മാഡം പാർവതി ഒന്ന് കാണിച്ചു തന്നാ മതി, ഞാൻ നോക്കിക്കോളാം. വാ, നമുക്ക് ആള് വന്നിട്ടുണ്ടോ നോക്കാം. വാ. നിൽക്കുന്ന പിങ്ക് സാരി എടുത്ത സ്ത്രീ കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ പാർവതി. മനസ്സിലായി, ആ പ്രസാദം തൊടുന്ന സ്ത്രീയല്ലേ? അതന്നെ. ഒരു കാര്യം ചെയ്യ്, മാഡം മാറി ഇന്ന് നടക്കുന്ന എന്താന്ന് കണ്ടു. ഇനി ഞാൻ നോക്കിക്കോളാം. ശരി.